ഹലോ ഗായ്സ്, ഇപ്പൊ ഇതാണ് ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്ത ഹോം സ്റ്റേ. ഓ, നല്ല കാറ്റാ. ആണ് വിൻവാലി രാമക്കൽമേട്. ഓ, ഇവിടെ നമ്മള് 4 വട്ടം 3 വട്ടം 4 വട്ടമായിട്ട് നമ്മളിവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട്. ദാ, കാണിച്ചു തരാം. പിന്നെ മുകളിലോട്ട് അവരെ വീടാണ് വരുന്നത്. ഓ, ഇവിടെ നല്ല കാറ്റാണ്. ഇതിൽ കൂടെ പോയാൽ ഏലത്തോട്ടത്തിനുള്ളിൽ കാണും. ഇവിടെ ഒരുപാട് കൃഷികളൊക്കെ ഉണ്ട്. അങ്ങനെ പോയി ഇത് നമ്മുടെ റൂമിൻ്റെ ബാക്കിലേക്കായിട്ട് വരണ ഇവരുടെ കൃഷി സ്ഥലമാണ്. കൃഷി ചെയ്യുന്ന ഇവിടെ ഏലത്തോട്ടം ആണ്. ഇതാണ് ഗൈസ് ഏലത്തോട്ടമാണിത്. ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് പിന്നെ ഒരുപാടുണ്ട്. ഇവർക്ക് കൃഷികളൊക്കെ ഒരുപാടുണ്ട്. നല്ല അപാര കാറ്റാണ്. അയ്യോ, കാറ്റിൻ്റെ സൗണ്ട് കേട്ടിട്ട് പേടിയാണ് ഗൈസ്. തിരിച്ചു പോവാം. ഇതൊക്കെ ഒരുപാട് ചിത്രപ്പണികളൊക്കെ ഉണ്ട്. ആനയുണ്ട്. ഇതാണ് ഇവരെ വീട്ടിൽ നിന്ന് ഹോം സ്റ്റേക്കുള്ള വഴി. സ്റ്റെപ്പ് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ. ഇതാണ് ഇവരുടെ വീട്. രാമക്കൽമേട് അമ്മാവമ്പടി എന്ന സ്ഥലത്താണ് ഇന്നപോലെ വില്ലുവാലി എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രോപ്പർട്ടി ഉള്ളത്. നമുക്ക് മൊത്തം 8 റൂംസ് ഉണ്ട്. അതിൽ ഒരു ഡോർമെട്രി, ഒരു ഫാമിലി റൂം, അങ്ങനത്തെ ഒരു നമുക്കുണ്ട്. പിന്നെ രാമക്കൽമേട് വരുന്ന അത്യാവശ്യം വലിയ ഇന്നപോലെ നല്ല ബുക്കിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ റൂഫ് റോഡ്, അതുപോലെ ക്യാമ്പ്, പിന്നെ ഫുഡ് അറേഞ്ച്മെന്റ്സ്, അങ്ങനെ ടൂറിസ്റ്റിന് വേണ്ട എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്നുണ്ട്. നമുക്ക് ലൊക്കേഷൻ വരുന്നത് കട്ടപ്പനയിൽ നിന്ന് 28 കിലോമീറ്റർ. അത് പിന്നെ രാമക്കൽമേട്ടിൽ നിന്ന് അമ്മാമ്പടി എന്ന സ്ഥലത്താണ്. ലൊക്കേഷന് സ്റ്റേക്ക് നല്ല അടിപൊളി ലൊക്കേഷനാണ്.
ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും സ്റ്റേ റിസോർട്ട് പോലത്തെ സ്റ്റേ അല്ല, ജസ്റ്റ് ഒരു ഹോം സ്റ്റേ. നല്ലൊരു ക്ലൈമറ്റ്, നല്ല അടിപൊളി കാറ്റാണ്, നല്ല സൂപ്പർ കാറ്റാണ്. രാമക്കൽമേട് തൊട്ടടുത്താണ്. നമുക്കിവിടെ വീട്ടിലിരിക്കണ പോലെ സ്വസ്ഥമായിട്ടിരിക്കുക. ഫാമിലി നെറ്റ് വരുന്നവർക്കാണ് കൂടുതൽ ഒരു എന്താ പറയുക നല്ലതായിട്ട് തോന്നുന്നത്. വിശ്വസിച്ചിരിക്കാൻ പറ്റിയൊരു പ്ലേസാണ്. സേഫാണ് ഇവിടെ ഫാമിലി നെറ്റ് വരുന്നവർക്ക്. പക്ഷേ ഇതാ അവരുടെ വീടാണ്, വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. നല്ല ക്യാമ്പ് ഫയറിന് പറ്റിയ നല്ലൊരു ഏരിയ ഉണ്ട്. രാത്രിയിൽ നല്ല ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആയാലും ഒക്കെ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയൊരു സ്റ്റേ എന്നേ പറയാൻ കഴിയുള്ളൂ. റിസോർട്ടോ കാര്യങ്ങളോ ഒന്നുമല്ല, സ്റ്റേ ആണ്. ഇത് സ്റ്റേയിൽ ഏറ്റവും ബെറ്റർ സ്റ്റേ ആണ്. ഇവിടെ ഉള്ളൊരു പ്രധാന വരുമാനമാണിത് ഹോം സ്റ്റേ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ജീവിതം തന്നെ ഇങ്ങനെയൊക്കെയാണ് പോണത്, കൃഷിയും ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ പരമാവധി നമ്മളതിനെ സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണിത്.